പലതരത്തിൽ സമരം ചെയ്തിട്ടും ആ സമരങ്ങൾ തെരുവിൽ മുന്നേറുമ്പോഴും കണ്ണീരും ഈ ഉദ്യോഗാർത്ഥികളുടെ വിഷമങ്ങളും ഒക്കെ കണ്ടിട്ടും ഒഴിവുകൾ നികത്താൻ PSCക്ക് ഉദ്ദേശമില്ലേ? ചെയ്ത ജോലിക്ക് ശമ്പളം നൽകാതെ മറ്റൊരു കൂട്ടർ കൂടി സമരം തുടരുകയാണ്. നീതി അകലെയാണ്. സമരം ചെയ്യുന്നവർക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ വിശദമായി തന്നെ നമ്മൾ പരിശോധിക്കുകയാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ചേരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ അധ്യാപിക റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രതിഷേധം ശക്തമാകുന്നു. 25 ദിവസമായി തുടരുന്ന LPST റാങ്ക് ഹോൾഡേഴ്സ് സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെ UAPST റാങ്ക് ഹോൾഡേഴ്സും അനിശ്ചിതകാല സമരവുമായി രംഗത്തെത്തി. മുഖ്യമന്ത്രിയുമായി ഉദ്യോഗാർത്ഥികൾ നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. ജോലി തരുമെന്ന വാഗ്ദാനം എഴുതി നൽകണമെന്നാവശ്യപ്പെട്ടെങ്കിലും 2 മാസം സമയം വേണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായും ഉദ്യോഗാർത്ഥികൾ വ്യക്തമാക്കി. സീമ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ സമരം ഇപ്പോൾ നിർത്തി പോകണം, ഞങ്ങൾക്ക് നീതി കിട്ടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ളൊരു വാഗ്ദാനം നിങ്ങൾ എഴുതി ഒപ്പിട്ട് തരണം. അതിന് സാധ്യമല്ല. ഞങ്ങൾ ഇതേ ചെയ്യുള്ളൂ. 2 മാസം ഞങ്ങൾക്ക് സമയം വേണം. അല്ലെ, ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾക്കിത് തുടർന്ന് പോവുകയല്ലാതെ വേറെ വഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. അതാണ് അദ്ദേഹത്തിന്റെ മറുപടി. ഈ സർക്കാരിന് മുന്നിൽ ഇനി ജീവൻ പൊലിഞ്ഞാൽ മാത്രമേ ജോലി കിട്ടൂ എന്നുണ്ടെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ്. ഇതിലപ്പുറമുള്ള ഒരു സമരമുറയെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. ഗാന്ധിജി സ്വീകരിച്ച ഈ നിരാഹാര സത്യാഗ്രഹവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. സാന്ത്വന സാജു ചേരുന്നുണ്ട് സമരം നടക്കുന്ന ഇടത്തു നിന്നും. സാന്ത്വന, കണ്ണീരാണ്. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ന്യായമാണ്. ഇതിലൊരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. സർക്കാർ കാര്യമായി തന്നെ ഇടപെടേണ്ടതുണ്ട്. 2 മാസം കാത്തിരിക്കൂ എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും ഇനിയും ഇത്ര ദിവസവും സമരം ചെയ്തില്ലേ എന്ന് അവർ തിരിച്ചു ചോദിക്കുന്നുണ്ട്. പക്ഷേ പ്രതിഷേധം തുടരും. ആവശ്യം അംഗീകരിക്കുന്നത് വരെ എന്ന ഒറ്റ നിലപാടാണ് അവർക്ക്, അല്ലേ? റോഷ്നി, നീതി എന്നത് മാത്രമല്ല റോഷ്നി, നീതി കിട്ടാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ്, അത് 2 ഘട്ടങ്ങളിലെത്തുമ്പോൾ എങ്ങനെയാണ് 2 നിലപാട് ഉയർത്തുന്നത് എന്നുള്ള ചോദ്യം കൂടിയാണ് റോഷ്നി ഇവിടെ ഈ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള LPST റാങ്ക് ഹോൾഡർമാരുടെ സമര പന്തലിലാണ്. കഴിഞ്ഞ 25 ദിവസമായിട്ട് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ വെയിലും മഴയും ഒക്കെ കൊണ്ട് ഇവർ ഇവിടെ തന്നെ സമരം ചെയ്യുകയാണ്. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ തൊട്ടരികിൽ ഇതിനു മുൻപ് സമരം ചെയ്തിരുന്ന റോഷ്നി, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇവരുടെ ഒരു സൂചനാ പണിമുടക്ക് ഉണ്ടായിരുന്നു. അന്ന് ഇവർക്കൊപ്പം നിന്ന ആളുകളാണ് ഇന്ന് ഭരണം നടത്തുന്ന UDF സർക്കാർ. അന്ന് ഇവർക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത് ഒപ്പം നിന്നു. പക്ഷേ നേരത്തെ നമ്മൾ ഉദ്യോഗാർത്ഥി പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഇന്നലെയും ഈ സമരത്തിന്റെ ഭാഗമായി, സമരം 25 ദിവസം പിന്നിടുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായി ആദ്യമായിട്ട് ഇന്നലെയാണ് ഇവർക്ക് മുഖ്യമന്ത്രിയെ കാണാൻ ഒരു അവസരം ലഭിച്ചത്. അവിടെ എത്തുന്നു, മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഏതാണ്ട് 5000 പേരുള്ള റാങ്ക് ലിസ്റ്റാണ്. വളരെ കുറച്ച് പേരെ പോലും അതിലേക്ക് എടുത്തിട്ടില്ല. തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരണം. 1 വർഷത്തിലധികമായി റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ CM പറഞ്ഞത് 2 മാസം സമയം വേണമെന്നുള്ളതാണ്. പക്ഷെ 2 മാസം സമയം വേണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ഇവർക്ക് ജോലി നൽകാമെന്നുള്ള ഒരു ഉറപ്പ് മുഖ്യമന്ത്രിക്ക് നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സമരം ശക്തമായി തന്നെ തുടരും എന്നുള്ള കാര്യമാണ് ഇവരിപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം, പന്തലിൽ നിരാഹാര സത്യാഗ്രഹം കിടക്കുകയാണ്. ഒരു വിദ്യാർത്ഥി ഇവിടെ വളരെ ചെറിയ കുഞ്ഞുങ്ങളെയുമായി വന്ന് സമരം ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊന്ന് വീട്ടിലാക്കി വരാൻ മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ വെയിലത്ത് വന്നിരുന്ന് സമരം ചെയ്യുകയാണ്. ഇവരെല്ലാവരും വെയിലത്തും മഴയത്തും ഒക്കെ തന്നെയാണ് റോഷ്നി സമരം ചെയ്യുന്നത്. നമുക്കിനി ഇവരിലേക്ക് കൂടി ഒന്ന് വരാമെന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ 25 ദിവസമായി വെയിലും മഴയും കൊണ്ടല്ലേ? നീതി ഏറെ അകലെയാണ്. 25 ദിവസങ്ങൾക്കപ്പുറം ഞങ്ങൾക്ക് നീതി എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടില്ല. ഇതിനിടയ്ക്ക് പല കൂടിക്കാഴ്ചകൾ നടന്നുവെങ്കിലും അതൊന്നും ഔദ്യോഗികമായിരുന്നില്ല. ഞങ്ങളായി പാസ് എടുത്ത് പോയി അധികാരികളോട് അഭ്യർത്ഥിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോഴൊക്കെ നീതി നിഷേധാത്മകമായ നിലപാടാണ് എത്തുന്നത്. അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ CMനെ കാണുന്നതിന് മുമ്പ് മിനിഞ്ഞാന്ന് നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞത് 2 മാസം നമുക്ക് സമയം വേണമെന്നാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ തുടക്കം നമ്മൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തായിരുന്നു നമ്മൾ ലിസ്റ്റ് വന്നിരുന്നത്. അന്നും നമ്മൾ സമരം ചെയ്തപ്പോൾ നമ്മൾ സമരപ്പന്തൽ തേടി വന്നവരായിരുന്നു ഇന്ന് ഭരണാധികാരികൾ, അന്നത്തെ പ്രതിപക്ഷമായിരുന്നു അവർ. അപ്പോൾ അന്ന് ഞങ്ങളോട് പറഞ്ഞ വാക്ക് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ ജോലിയാണ് എന്ന് പറഞ്ഞത് മറ്റാരുമായിരുന്നില്ല. ഞങ്ങൾക്ക് വാക്ക് തന്നത്, അതായത് ദൂതർ മുഖേന വാക്ക് തന്നത് നമ്മുടെ ACCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത്,
PSC വഴി ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുക്കാത്തത് നീതി നിഷേധം എന്നായിരുന്നു. ഇന്നും കോൺഗ്രസിൻ്റെ നിലപാട് അത് തന്നെയാണോ എന്ന് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കാരണം അന്ന് AICയുടെ നിലപാടായിരുന്നു അതുണ്ടായിരുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാണോ? അതെ, ഇന്നലെ നമ്മൾ ഇതൊക്കെ അനുഭാവപൂർണ്ണമായ നടപടികളാണ് അന്നുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അധികാരത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അതൊക്കെ പറഞ്ഞതൊക്കെ മറന്നു കളഞ്ഞു, ഞങ്ങളെ ഒഴിവാക്കി കളഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ അവസാനത്തെ പ്രതീക്ഷ, കാരണം വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടപ്പോൾ ഇങ്ങനെ 2 മാസം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രി പറഞ്ഞു 2 മാസം ശരി, മനുഷ്യരാണ്, വിട്ടുവീഴ്ചകൾ വേണം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ മറ്റ് സമരക്കാരെ പോലെ എഗ്രിമെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ വാക്കാലെങ്കിലും ഉറപ്പ് നൽകാമോ എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അതൊന്നും പറയാൻ കഴിയില്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം, സമരം ചെയ്യാം, അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല, എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യരുത്. നിങ്ങൾ നോക്കൂ, ഞങ്ങൾ തികച്ചും സമാധാനപരമായാണ്, ഒരു പ്രതിഷേധാത്മകമായ ഒരു മുദ്രാവാക്യം പോലുമില്ല. ഞങ്ങൾ ഗാന്ധിജി പഠിപ്പിച്ചത് എന്താണ്? കാരണം നാളത്തെ ഒരു രാഷ്ട്രത്തെ നിർമ്മിക്കേണ്ട സമരവുമായി ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സമരമായി. കാരണം ഞങ്ങൾക്ക് നീതി ഇനിയും അകലെയാൽ എത്ര പേർ മരിച്ചാലും, കാരണം നിരാഹാരം കിടന്നാൽ അവസാനം വരുന്ന മരണം എന്നാണ്. പക്ഷേ മരണത്തെ കൊണ്ട് ഞങ്ങൾ തോൽപ്പിക്കാനാവില്ല. അടുത്ത ഇവിടെ വേദിയിലേക്ക് വരും. ഞങ്ങൾ മരണം വരെയും നിരാഹാരം കിടന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ എഴുതി ചേർക്കുന്ന സമരമായി മാറ്റും. ശരി റോഷ്നി, ഇത് തന്നെയാണ് അവർക്ക് പറയാനുള്ളത്. നീതി എന്നതല്ല, നീതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാട് അത് 2 കാലഘട്ടങ്ങളിൽ എങ്ങനെ മാറുന്നു എന്നുള്ള ചോദ്യം തന്നെയാണ് റോഷ്നി ഇവരിവിടെ ഉയർത്തുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇവർ തയ്യാറല്ല. എന്തായാലും തങ്ങളുടെ ജോലി എന്നുള്ള ആവശ്യം, ഇവിടെ ഇരിക്കുന്ന പല ആളുകളും പല ജില്ലകളിലെയും 1ാം റാങ്കും 2ാം റാങ്കും കിട്ടിയവരാണ്, അല്ലെങ്കിൽ ആദ്യത്തെ 10 റാങ്കിനകത്ത് ഉൾപ്പെട്ട ആളുകളാണ്, അല്ലെങ്കിൽ 50 റാങ്കിനകത്ത് ഉൾപ്പെട്ട ആളുകളാണ്. നമുക്ക് സ്വാഭാവികമായി അറിയാം റോഷ്നി, അങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റിലൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ജോലി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ കഴിഞ്ഞ വർഷം 2025 മെയ് മാസത്തിൽ വന്നതാണ് ഇവരുടെ റാങ്ക് ലിസ്റ്റ്. പക്ഷേ ഇപ്പോൾ 2026 ജൂലൈയും കഴിയാൻ പോകുകയാണ്. എന്നിട്ട് പോലും വളരെ കുറച്ചു പേരെ മാത്രമാണ് ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും എടുത്തു എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഏജ് ഓവർ ആയി പോകുന്ന ആളുകളുണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളും നേരിടുന്ന ആളുകളുണ്ട്. പക്ഷേ അവരുടെ പ്രതീക്ഷ തന്നെ അസ്തമിക്കുകയാണ്. എന്തായാലും അത് അസ്തമിച്ച് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അവരിവിടെ നടത്തുന്നത്. തീർച്ചയായും അവർ ഒരേ ഒരു ആവശ്യമായി ദിവസങ്ങളോളം സമരം തുടരുകയാണ്. സർക്കാർ അത് പരിഗണിക്കണമെന്നുള്ള ഒറ്റ ആവശ്യമാണ്. ആവശ്യങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഇതിപ്പോൾ യുവജനങ്ങൾ ഒരു സമരവുമായി മുന്നോട്ട് വരുമ്പോൾ അതിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തന്നെ ഇതിനെ പിന്തുണ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമുണ്ട്. സർക്കാർ അവർക്കൊപ്പം നിൽക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിൽ 1ാം റാങ്കുകാരൻ പോലും ആ സമരമുഖത്തുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം.